300 അടി താഴ്ചയുള്ള കിണറിൽ നിന്നും ഒട്ടകങ്ങൾ വെള്ളം കോരിയെടുക്കുന്ന മനോഹരമായ കാഴ്ച ഇന്ത്യയിൽ ഒരിടത്ത് മാത്രമേയുള്ളൂ. ഈ മരുഭൂ കിണറിൻ്റെ കഥ പറയാം. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ താർ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണക്കെ 2 കിണറുകളുണ്ട്. 2 അടി മാത്രം വീതിയുള്ള കിണറുകളിൽ ഒന്നിന് 200 അടിയും മറ്റൊന്നിന് 300 അടിയും ആഴമുണ്ട്. ഈ കിണറുകളിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്നത് ഒട്ടകങ്ങളാണ്. തൊട്ടി കിണറിലേക്ക് താഴ്ത്തി വെള്ളം നിറച്ച് കയർ ഒട്ടകങ്ങളുടെ കഴുത്തിൽ മരത്തിൽ ബന്ധിപ്പിക്കുന്നു. ഒട്ടകങ്ങളെ മുന്നോട്ട് തെളിക്കുന്നതിനനുസരിച്ച് തൊട്ടി ഉയർന്നു വരികയും വെള്ളം സമീപത്തെ ടാങ്കിൽ സംഭരിക്കുകയും ചെയ്യുന്നു. വീട്ടാവശ്യങ്ങൾക്കും ആടുകളും ഒട്ടകങ്ങളും അടക്കം തങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്കും ഒരു ദിവസത്തേക്ക് ആവശ്യമായത് പൂർണ്ണമാകുന്നത് വരെ ഈ പ്രക്രിയ തുടരുന്നു. നല്ല തണുത്ത ശുദ്ധജലം കിണറിൽ നിന്ന് ശേഖരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നീട് ഇത് ഈ കൂജയിൽ ഒരു ചാക്ക് പൊതിഞ്ഞ് അതിന് പുറത്ത് വെള്ളമൊഴിച്ചാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ബിസ്മില്ല. തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണ് ഇരുവരും നയിക്കുന്നത്. മരുഭൂമിയിൽ 2 കിണറിന് സമീപവും മറ്റു വീടുകളൊന്നുമില്ല. കനത്ത ചൂടും കൊടും വിജനതയും മാത്രം കൂട്ടിനുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന താപനില കൂടി ഈ പ്രദേശങ്ങളിലാണ്. അങ്ങിങ്ങായുള്ള ചെറിയ തണൽ മരങ്ങളും തങ്ങളുടെ പുൽക്കുടിലുകളുമാണ് ഏക ആശ്വാസം. മരുഭൂമിക്ക് നടുവിലെ പുല്ലുമേഞ്ഞ ഈ ചെറുകൂരയാണ് ഇവർ അന്തിയുറങ്ങുന്ന ഇടം. കനത്ത ചൂടിലും ഒരിളം തണുപ്പ് ഇതിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കിണറിന് 200-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് ഇരുവരും പറയുന്നത്. എങ്ങനെ നിർമ്മിച്ചുവെന്ന എൻ്റെ ചോദ്യത്തിന് അറിയില്ല എന്നു മാത്രം മറുപടി കിട്ടി. എന്തൊരത്ഭുതമാണല്ലേ! ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് നടുവിൽ ഒരിടത്തു മാത്രം ശുദ്ധജലം. നോട്ട് ഓൺലി ദ thirsty seek the water as well seeks the thirsty. ദാഹിക്കുന്നവൻ വെള്ളത്തെ മാത്രമല്ല, വെള്ളം ദാഹിക്കുന്നവനെയും തേടുന്നുണ്ട് എന്ന ജലാലുദ്ദീൻ റൂമിയുടെ പ്രസിദ്ധമായ വാക്കുകളുടെ ദൃശ്യാവിഷ്കാരം. ഇനി ഞങ്ങൾ ഇതുവരെ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നതൊരു 1.5 കഥയാണ്. അത് പറയാം. ജയ്സാൽമീർ നഗരത്തിൽ നിന്ന് 2.5 മണിക്കൂർ ഔദ്യോഗിക പാതകളിലൂടെയും പിന്നീട് ടയറുകളിൽ നിന്ന് അല്പം കാറ്റൊഴിച്ച് 1 മണിക്കൂർ മരുഭൂമിയിലൂടെയും സഞ്ചരിച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഈ കാഴ്ചകളിലേക്ക് ഞങ്ങൾ എത്തിയത്. ഇടയ്ക്കിടെ ടയറുകളെ മരുഭൂമി ദൃഢമായി ആലിംഗനം ചെയ്യുന്നു. ഏറെ സാഹസങ്ങൾക്കൊടുവിലാണ് ഇരുവരെയും തമ്മിൽ പിരിച്ച് പിന്നീട് യാത്ര തുടരുന്നത്. ഒടുവിലെത്തിച്ചേരുന്നതാണ് ലോകത്തെ ഏറ്റവും ഗംഭീരമായ ഈ കാഴ്ചകൾ. ചില കഥകളും കാഴ്ചകളും നമ്മെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും എന്ന് പറയാറുണ്ട്. അനേക വർഷം പിറകിലേക്ക് സഞ്ചരിച്ചൊരു പ്രതീതി ഈ കാഴ്ചകളിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരികെ എത്തി പുതിയ കഥകളുമായി വീണ്ടും കാണാം.